ഈ മഹാകാളി ഹീലിങ്ങിൽ വരുന്ന ക്ലയൻറ്റുകളിൽ കുറേ പേര് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, അതുപോലുള്ള ആളുകൾ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് പോലെ തന്നെ പല പല നെഗറ്റീവ് അടിച്ചിട്ട് നമ്മൾക്ക് വരാറുണ്ട്. അപ്പോൾ നേഴ്സുമാരാണ് കൂടുതൽ കേട്ടോ, ഡോക്ടർമാരെക്കാൾ കൂടുതൽ വന്നേക്കുന്ന നേഴ്സുമാരാണ്, അത് കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ ഈ കേസുകളിൽ എനിക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഈ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി വരുന്നത്? നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് എന്തുകൊണ്ട്? ഈ രണ്ട് കാര്യങ്ങളാണ്. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ആരാണ് ഈ ഹോസ്പിറ്റലിൽ വരിക? അവിടുത്തെ പേഷ്യൻസ് ആരാണ്? രോഗികളാണ് അല്ലേ? എല്ലാം പല പല അസുഖങ്ങളായിട്ടുള്ള വരുന്ന ആൾക്കാരല്ലേ അവിടെ വരുന്നത്. പല രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. രോഗങ്ങളുടെ ബേസിക് കാരണം നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പല അസുഖങ്ങളിലേക്ക് കാരണം നെഗറ്റീവാണ് ചെയ്യുന്നത്. ചെറിയ പനിയും ജലദോഷമല്ലിട്ടാണ് ഉദ്ദേശിക്കുന്നത്, മാരകമായ പല അസുഖങ്ങളും. ഈവൻ മാന്ത്രികത്തിൽ ഒരാളെ കൊല്ലാൻ വരെയുള്ള വിദ്യകളുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണം, പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഈ അടുത്ത് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി, അത് ഞാൻ വേറെ വീഡിയോ പറയാം. ഇത് ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് രോഗികളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ രോഗികളുമായിട്ടാണ് നേഴ്സുമാർ ഇടപഴകുന്നത്. അപ്പോൾ ഇത് നേഴ്സുമാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, റിയാലിറ്റി നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്ന വീഡിയോ. അപ്പം നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കുള്ളൂ, വർക്ക് ലോഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര രോഗങ്ങളിലേക്ക് നിങ്ങൾ പോകും, പല അസുഖങ്ങളിലേക്കും നിങ്ങൾ പോകും. പക്ഷേ നെഗറ്റീവ് എനർജി കൊണ്ടാണെന്ന് നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുകയില്ല, അതേപോലെ ചിന്തിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മാറി. ഇതാണ് മെയിൻ പോയിന്റ്. ഹീലിംഗ് നടത്തി, മഹാകാളി ഹീലിംഗ് ആയാലും ഏത് ഹീലിംഗ് ആയാലും ചെയ്ത് മാറ്റി വരികയും കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ബാക്കി ആൾക്കാരുടെ കേസിൽ ഞാനത് പറയൂല. നേഴ്സുമാരുടെ കേസിൽ ഞാൻ പറയും. ഡോക്ടർമാർക്ക് അത്ര അപകടമില്ല, പക്ഷേ നേഴ്സുമാർക്കാണ് അപകടം കൂടുതൽ. കാരണം അവർ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന രോഗികളുടെ കൂടെയാണ്. ഏതെല്ലാം സീസണിലുള്ള രോഗികൾ വരുന്നുണ്ട് അവിടെ അല്ലേ? ആക്സിഡൻ്റായിട്ട് മരിക്കാൻ പോകണം, അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾ അവരുണ്ട്, അവരുടെ ശരീരത്തിൽ ബാധ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഭയങ്കര റിസ്ക്കുള്ള പണികളാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നതെന്നുള്ളതാണ് വാസ്തവം. നമുക്ക് വാസ്തവം പറഞ്ഞാൽ അവരെയൊക്കെ നമ്മളിങ്ങനെ തൊഴണം. അത്രയും ഉത്കൃഷ്ടമായൊരു ജോലി ചെയ്യുന്ന മാലാകളാണ് നമ്മുടെ നേഴ്സുമാർ. അത്രയും റിസ്ക് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ ഈ ഇത്രയും റിസ്കിനിടയിൽ ചിരിക്കുന്ന മുഖത്തോടിട്ട് രോഗികളോട് നല്ല രീതിയിൽ പെരുമാറുന്ന അവർ വളരെ വളരെ എന്താ പറയുക, വളരെ വിശിഷ്ടമായ വ്യക്തികളാണെന്ന് ഞാൻ പറയും. അവരുടെ മഹത്വം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ രണ്ടാമത് ഇത് വീണ്ടും വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ഹീൽ ചെയ്ത് മാറ്റി വീണ്ടും അവർ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്, ആ രോഗികളുടെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും ഇതേപോലെ നെഗറ്റിവിറ്റി ഉള്ള ആളുകൾ അവിടെ വരൂലേ? അപ്പോൾ അവരുടെ അടുത്ത് പോയി പെരുമാറി കഴിയുമ്പോൾ വീണ്ടും അവർക്ക് നെഗറ്റിവിറ്റി വരുന്നു. സ്വാഭാവികമല്ലേ? കാരണം നമുക്കൊരിക്കലും ഒരു നെഗറ്റിവിറ്റി വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അതിന് പലരോട് ചോദിക്കാറുണ്ട്, സാറേ ഇത് വരാണ്ടിരിക്കാൻ വല്ല വിദ്യ ഉണ്ടാവും? ഡെയിലി ജപം ചെയ്യുക, പ്രൊട്ടക്ഷൻ എടുക്കുക, റെക്കിയുടെ പ്രൊട്ടക്ഷൻ എടുക്കുക, പിന്നെ പല പല മാർഗ്ഗങ്ങളുണ്ട് പ്രൊട്ടക്ഷൻ എടുക്കാൻ. ഇതെല്ലാം ഒരു പരിധി വരെയും ഏക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓരോ സാധനങ്ങൾ കിട്ടിയേക്കണൊക്കെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്, ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടേക്കാം. പക്ഷേ ഇതിട്ടിട്ട് വരെയും എൻ്റെ ശരീരത്തിൽ നെഗറ്റീവ് കയറുന്നു. അത് ദേവിയുടെ സാന്നിധ്യമുള്ള ആളാണ് ഞാൻ, ദേവി വിളിച്ചാൽ വരുന്ന ആളാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ വളരെ പല സമയങ്ങളിൽ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ക്ലയൻസായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് വരുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. പക്ഷേ ക്ലയൻറ്റായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മളെ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്തേക്ക് പോകും ചില കാര്യങ്ങൾ. പിടിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് നമുക്ക് അറിയില്ല, നമ്മൾ ഇരിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ഒരാൾ സെഷൻ ബുക്ക് ചെയ്ത് വന്നിരുന്ന് കഴിയുമ്പോഴാണ് അവൻ്റെ ശരിക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും ബാധ ഏതാണെന്നുള്ളതും എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ആ സമയത്ത് നമുക്ക് ഓടാൻ പറ്റില്ല, നമ്മളത് പിടിച്ചേ മതിയാവും, എന്നാലും മാത്രമേ റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നേഴ്സുമാർ ശ്രദ്ധിക്കുക, നിങ്ങൾ ജപം ചെയ്യുക, വരുന്ന ബാധകളെ കൈവടെ എടുത്ത് മാറ്റുക. ചെറിയ ചെറിയ റിച്വൽസ് നമ്മൾ പറയുന്നുണ്ട്, ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കല്ലുപ്പ്, ചുവന്ന മുളക്, മഞ്ഞപ്പൊടി, കടുക് കുറച്ച് കൂടുതലിട്ടേക്കണം. ഇതെല്ലാം കൂടി എടുത്തിട്ട് തലക്കൊഴിയുക, ഒരു 7 times ഇങ്ങനെ ഒഴിയുക, തല ഇങ്ങനെ റൗണ്ടിൽ ഒഴിയുക, തിരിച്ചൊഴിയുക. എന്നിട്ട് ഫയറിലിട്ട് പുറത്ത് ഫയർ ഉണ്ടാക്കിയിട്ട്, അത് നമ്മുടെ തേങ്ങ പൊതിക്കുന്ന മടലാണെങ്കിൽ ഏറ്റവും നല്ലത്, അതിനകത്ത് ഫയർ ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടിട്ട് കത്തിക്കാം. അതിന് ശേഷം
കുറച്ച് കടുക് എടുത്തിട്ട് പലതവണ കുറേശ്ശെ കടുക് എടുത്ത് ഇങ്ങനെ തലക്കൊഴിഞ്ഞിട്ട് ആ ഫയറിലേക്ക് ഇടുക. അങ്ങനെ നിങ്ങളൊരു ഇത് ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ സംഭവങ്ങൾ പോയിക്കോളും. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇതിന് ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് എന്തെങ്കിലും കഴുത്തിൽ എന്തെങ്കിലും കെട്ടാൻ പറ്റുമോ, അരയിൽ എന്തെങ്കിലും കെട്ടാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ പല സാധനങ്ങളും ആൾക്കാർ യന്ത്രമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊന്നും ചിലപ്പോൾ മതിയാവില്ല നമുക്ക്. ആ യന്ത്രത്തെ ചില ബാധകളൊക്കെ ചിലപ്പോൾ പിടിച്ചു നിർത്തുമായിരിക്കും. പക്ഷേ ആ യന്ത്രത്തിൽ ലാസ്റ്റ് ബാധ കയറുന്ന അവസ്ഥയിലേക്ക് എത്തും അവസാനം. കാരണം അത്രയും ശക്തമാണ് ഇപ്പോഴത്തെ ബാധകൾ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഏലസൊക്കെ ഇട്ടാൽ അതൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ ഏലസിനൊന്നും വലിയ പവറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അടുത്ത് ഞാൻ പലയിടത്തും ഏലസ് അഴിപ്പിച്ച് കളയാറുണ്ട് പല സാധനങ്ങൾ. കാരണം അത് തയ്യാർ ചെയ്ത് കൊടുക്കുന്ന ആൾ ചിലപ്പോൾ മുഴുവനായിട്ടും അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കില്ല. അത് നമ്മൾ ഡെയിലി അത് ജപങ്ങൾ ചെയ്ത് അതിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇടയ്ക്ക് അത് അഴിച്ചെടുത്തിട്ട് അമ്പലത്തിൽ കൊണ്ട് പൂജിക്കേണ്ടതുണ്ട്. ഇത് ആര് ചെയ്യണം? ഇതൊക്കെ വൺസ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ലൈഫ് ലോങ് ആണ് എടുക്കും. ചില പറയും സ്വർണ്ണത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണെന്ന് ചെയ്യേണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ അതിനെ പൂജകൾ ചെയ്ത് ശക്തമാക്കി വെച്ചാൽ യഥാവിധി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ പവർ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബാധയ്ക്ക് കയറിയിരിക്കാനായിട്ടുള്ളൊരു താവളമായി, ഇരിപ്പിടമായി ആ ഇറച്ചി കയറിയിരിക്കും. അതാണ് ഞാൻ ഈ അടുത്ത് ഒരാളുടെ സെഷൻ ചെയ്യാൻ വന്നപ്പോൾ അയാളുടെ കഴുത്തിൽ നിന്നും അറിയുന്നത് ഞാൻ അഴിപ്പിച്ച് കളഞ്ഞു. അതാണ് ആ അഴിച്ച് കളഞ്ഞപ്പോൾ തന്നെ അയാളുടെ 50% പ്രശ്നം അപ്പം തന്നെ മാറി. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കഴുത്തിലും കാലിലൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിന് പവർ ഉണ്ടാകുന്ന നിങ്ങൾ ചെക്ക് ചെയ്യുക. ഡൗസിംഗ് റോഡ് വെച്ച് നോക്കിയാൽ മതി. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഡൗസിംഗ് റോഡ് വെച്ചിട്ട് അതിൻ്റെ എനർജി ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ കൈയോടെ എടുത്ത് മാറ്റുക. പോസിറ്റീവ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ധരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ നേഴ്സുമാരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേഴ്സുമാർ ഇതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ എനർജി ബോഡിനെ ശ്രദ്ധിക്കണം, ഫിസിക്കൽ ബോഡിനെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്ത് ബോഡിയെ സംരക്ഷിക്കുക. കാരണം ബോഡി ഉണ്ടെങ്കിലാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? ചോര ഉണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടെങ്കിലേ ഈ ആത്മാവിന് ഇരിക്കാൻ പറ്റുള്ളൂ. ആത്മാവിന് ഇരിക്കാനുള്ള വാഹനമാണ് നമ്മുടെ ബോഡി എന്നുള്ള ആ സത്തത്വം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം, അല്ലേ? നമുക്കിപ്പോൾ ഒരു മുറിവ് പറ്റി, വേദന എടുക്കുകയാണ്. നമ്മുടെ ഭാര്യയോട് പറയണം, ഇതൊന്ന് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. അതൊന്നും ഷെയർ ചെയ്യാനായിട്ട് ആർക്കും പറ്റേയില്ല, ആരും തയ്യാറാവേയില്ല. നമ്മളുടെ വേദനകൾ നമ്മുടെ മാത്രമാണ്, അല്ലേ? അത് മെൻ്റൽ ആണെങ്കിലും ഫിസിക്കലാണെങ്കിലും രണ്ടും. അപ്പോൾ നമ്മൾ തന്നെ ഹാപ്പിയാക്കി ഇരുത്താനാണ് ശ്രമിക്കേണ്ടത്. ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും വലിയ തത്വം, ഏറ്റവും വലിയ സ്പിരിച്വൽ സാധനം അത് തന്നെയാണ്. അതിന് നിങ്ങൾ ലവ് എനർജിനെ ബൂസ്റ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ലവ് എനർജി ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിനൊക്കെ ഇത് ചെയ്യാൻ പറ്റും. കാരണം ഈ ലവ് എനർജി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു പവറുണ്ട്. പിങ്കിലേറ്റ് നമ്മൾ പറയും. നെഗറ്റീവ് എനർജിക്ക് അത്ര ഇഷ്ടമില്ലാത്ത എനർജിയാണ് പ്രണയം അല്ലെങ്കിൽ ലവ് എനർജി. ആ പ്രണയമുള്ളിടത്ത് നെഗറ്റീവ് ആകാൻ വരില്ല. പ്രണയത്തിൻ്റെ എനർജിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എളുപ്പമല്ലേ ബൂസ്റ്റ് ചെയ്യാനായിട്ട്? അത് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അറ്റാക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം ഒരുപാട് രോഗികൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവരെല്ലാം പരിഹരിക്കാനുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിനെയും എനർജി ബോഡിയെയൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.